ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. പാർട്ടി ഓഫീസുകൾക്ക് നേരെ ആസൂത്രിതമായ ആക്രമണമാണ് RSS BJP സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്നത്. 14 വീടുകൾക്ക് നേരെയാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് ആക്രമണങ്ങൾ നടന്നത്. പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി ഓഫീസുകളും തകർക്കുന്ന നിലയുണ്ടായി. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ കാട്ടാക്കട ശശി, ജില്ലാ കമ്മിറ്റി മെമ്പർമാരായ പുഷ്പലത, കരമന ഹരി, ഏരിയ കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് സുന്ദർ, 2 കൗൺസിലർമാരായിട്ടുള്ള IP ബിനു, റസിയ, ഇവരുടെ എല്ലാം വീടുകൾക്ക് നേരെ ആണ് ആക്രമണം നടന്നിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി താമസിക്കുന്ന വീടും പുലർച്ചയോടുകൂടി ആക്രമിക്കുന്ന നിലയുണ്ടായി. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് രാവിലെ ചേർന്നുകൊണ്ട് ഈ സ്ഥിതിഗതികളെക്കുറിച്ച് വിലയിരുത്തുകയുണ്ടായി. ഈ സംഭവങ്ങൾ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. കേരളത്തിൽ ക്രമസമാധാനം തകർക്കാൻ കേന്ദ്രഭരണത്തിൻ്റെ തണലിൽ RSS നടത്തുന്ന ഗൂഢപദ്ധതിയുടെ ഭാഗമാണ്. LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തുടർച്ചയായി ഇത്തരം ആക്രമണങ്ങൾ കേരളത്തിൽ സംഘടിപ്പിക്കാനാണ് RSS നേതൃത്വം നൽകുന്നത്. 13 CPM പ്രവർത്തകന്മാർ LDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ 13 മാസക്കാലം കൊണ്ട് തന്നെ കൊല ചെയ്യപ്പെടുന്ന അവസ്ഥ സംസ്ഥാനത്തുണ്ടായി. 200-ൽ പരം പാർട്ടി പ്രവർത്തകന്മാരുടെ വീടുകളാണ് ആക്രമിക്കപ്പെട്ടത്. 250-ൽ പരം CPM പ്രവർത്തകന്മാർ പരിക്കുകളേറ്റ് ആശുപത്രിയിൽ കഴിയേണ്ടി വന്നു. നേരത്തെ UDF ഗവൺമെൻറ് അധികാരത്തിലിരുന്ന കാലത്ത് 27 CPM പ്രവർത്തകന്മാർ സംസ്ഥാനത്ത് കൊല ചെയ്യപ്പെട്ടിരുന്നു. ഇത്തരം സംഭവങ്ങളുടെ തുടർച്ചയാണ് തിരുവനന്തപുരത്തുണ്ടായിട്ടുള്ള ഈ സംഭവങ്ങൾ. ഇത് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രഖ്യാപനത്തിൻ്റെ ഭാഗമാണ്. CPM സംസ്ഥാന സെക്രട്ടറിയെ ആക്രമിക്കാൻ ഞങ്ങൾ മടിക്കില്ല എന്ന് ചില BJP നേതാക്കന്മാർ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. ഉന്നത നേതാക്കന്മാരെ തന്നെ ഞങ്ങൾ ആക്രമിക്കും എന്ന് പരസ്യമായി BJPയുടെ നേതാക്കന്മാർ പ്രഖ്യാപിക്കുന്ന നില കേരളത്തിലുണ്ടായിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരത്ത് ഈ സംഭവം നടന്നിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി താമസിക്കുന്ന വീടാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ആ വീടിന് നേരെ ആക്രമണം നടന്നത്. ഇത് BJPയുടെ ഉന്നത നേതാക്കന്മാർ ആസൂത്രണം ചെയ്തൊരു സംഭവമാണിത്. ഇതിനിടയിൽ BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായി എന്ന വാർത്ത ഞങ്ങൾ പരിശോധിക്കുകയുണ്ടായി. ആ സംഭവം അപലപനീയമാണ്. എന്തെല്ലാം പ്രകോപനം ഉണ്ടായാലും ഒരു പാർട്ടി ഓഫീസ് ആക്രമിക്കാൻ പാടില്ല.
പാർട്ടിയുടെ ഓഫീസുകളും വീടുകളും ഒരു കാരണവശാലും ആക്രമിക്കാൻ പാടില്ല എന്നതാണ് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം എടുത്ത തീരുമാനം. ഈ യോഗ തീരുമാനം നടപ്പിൽ വരുത്തണമെന്നുള്ള ആത്മാർത്ഥമായ ശ്രമമാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരം സന്ദർഭങ്ങളിൽ CPM പ്രവർത്തകന്മാരെ പ്രകോപിപ്പിച്ച് അക്രമത്തിലേക്ക് തള്ളിവിടാൻ RSS നടത്തുന്ന ശ്രമമാണ് തിരുവനന്തപുരത്തുണ്ടായിട്ടുള്ള സംഭവം. ഇവിടെ ജില്ലാതലത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരുടെ വീടുകളെല്ലാം ആക്രമിക്കപ്പെടുകയും കൗൺസിലർമാരുടെ വീടുകൾ ആക്രമിക്കപ്പെടുകയും ഒക്കെ ചെയ്തപ്പോൾ അതിൻ്റെ തുടർച്ചയായി നടന്നൊരു സംഭവമാണ് BJP ഓഫീസിന് നേരെ നടന്നിട്ടുള്ള സംഭവം. IP ബിനുവിൻ്റെ വീട് ആക്രമിച്ചു. കോർപ്പറേഷൻ കൗൺസിലറായിട്ടുള്ള ബിനു വീട്ടിന് നേരെ ആക്രമണം നടന്നപ്പോൾ ആ വീട്ടിൽ ഉള്ള കുടുംബാംഗങ്ങളാകെ ഭയവിഹ്വലരായി നിൽക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടായി. അതിനെ തുടർന്നാണ് BJP ഓഫീസിന് നേരെ ഈ സംഭവം ഉണ്ടായത് എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു സംഭവം വീടിന് നേരെ നടന്നാലും BJP ഓഫീസിന് നേരെ അത്തരമൊരു സംഭവം നടക്കാൻ പാടില്ലായിരുന്നു. അത്തരമൊരു സംഭവം ഒരു കാരണവശാലും CPMൻ്റെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ല. BJPക്കാർ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. CPMൻ്റെ കേന്ദ്ര ഓഫീസ് RSSകാർ ഡൽഹിയിൽ ആക്രമിച്ചിരുന്നു. കേന്ദ്ര ഓഫീസിനകത്ത് കയറി പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ കയ്യേറ്റം ചെയ്യാൻ അവർ ശ്രമിച്ചു. അത് BJPയുടെ ഒരു സംസ്കാരമാണ്. BJP ചെയ്യുന്നത് പോലെ CPM ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് നേരെ നടത്തിയ സംഭവം അത് CPM സംസ്ഥാന സെക്രട്ടറി ചർച്ച ചെയ്തുകൊണ്ട് ആ സംഭവം അപലപിക്കത്തക്ക ഒരു സംഭവമാണ് എന്ന് പാർട്ടി വിലയിരുത്തിയിരിക്കുകയാണ്. CPMൻ്റെ കേന്ദ്ര ഓഫീസ് ആക്രമിച്ച നടപടി അത് BJP അതിനെ എതിരായിട്ടുള്ള ഒരു സമീപനവും സ്വീകരിച്ചിട്ടില്ല. BJP CPMൻ്റെ കേന്ദ്ര ഓഫീസ് ആക്രമിച്ചാൽ അതിന് പകരം BJPയുടെ ഓഫീസ് ആക്രമിക്കുക എന്നുള്ളത് CPMൻ്റെ പരിപാടിയല്ല. അത്തരമൊരു ശൈലി CPM ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് പാർട്ടി അംഗീകരിച്ചിട്ടുള്ള നിലപാട്. ആ അംഗീകൃതമായ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി ആരും പ്രവർത്തിക്കാൻ പാടില്ല. ഇവിടെ തിരുവനന്തപുരത്ത് RSS സൃഷ്ടിച്ച ഒരു പ്രകോപനത്തിൽ ചിലർ പെട്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സംഭവം വ്യക്തമാക്കുന്നത്. അതിനെ തുടർന്ന് CPM സംസ്ഥാന സെക്രട്ടറി താമസിക്കുന്ന വീട് ആക്രമിച്ചത് കൂടുതൽ പ്രകോപനം സൃഷ്ടിക്കാനാണ്. CPM പ്രവർത്തകന്മാരെ പ്രകോപിപ്പിച്ച് കേരളത്തിലുടനീളം കൂടുതൽ അക്രമങ്ങൾ സംഘടിപ്പിക്കണം എന്നതാണ് ആ വീട് ഇന്ന് പുലർച്ചെ ആക്രമിച്ചപ്പോൾ അവർ ലക്ഷ്യം വെച്ചത്. പക്ഷേ പാർട്ടി നൽകിയിട്ടുള്ള നിർദ്ദേശം ആ സംഭവത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ ഒരു സംഭവവും നടക്കാൻ പാടില്ല. ആത്മസംയമനം പാലിക്കണം, പ്രകോപനത്തിൽ പെട്ടുപോകരുത് എന്നുള്ള പരസ്യമായ നിലപാടാണ് CPM സ്വീകരിച്ചിട്ടുള്ളത്. കേരളത്തിൽ സമാധാനം സ്ഥാപിക്കണമെന്നതാണ് CPM ആഗ്രഹിക്കുന്നത്. അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു സംഭവവും പാർട്ടി പ്രോത്സാഹിപ്പിക്കില്ല. ഇവിടെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ അസ്ഥിരീകരിക്കണം, അതിന് കേരളത്തിൽ അരക്ഷിതാവസ്ഥയാണെന്ന് സ്ഥാപിക്കാൻ തുടർച്ചയായ RSS പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാണ്. കേരളം LDF അധികാരത്തിൽ വന്നതോടുകൂടി കലാപമാണ്, രക്ഷയില്ല എന്ന പ്രചാരവല ചെയ്യാൻ RSS, BJP,
CPM തുടർച്ചയായി പ്രകോപിപ്പിക്കുകയാണ്. അത് പ്രകോപനമാണെന്ന് മനസ്സിലാക്കി ആ പ്രകോപനത്തിൽ പെടുന്ന നിലപാടല്ല CPM ഭാഗത്ത് സ്വീകരിക്കേണ്ടത്. ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുള്ള സംഭവം അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം RSS BJP സംഘത്തിനാണ്. സംഭവത്തിൻ്റെ തുടക്കം പരിശോധിച്ച് നോക്കിയാൽ എല്ലാ സംഭവങ്ങളും ഓരോ പ്രദേശത്തും RSS BJPയുടെ ഭാഗത്താണ് മുൻകൈ ഉണ്ടായിട്ടുള്ളത്. അവരാണ് സംഭവത്തിൻ്റെ തുടക്കക്കാർ എന്ന് കാണാൻ കഴിയും. കഴക്കൂട്ടമേറിയിലെ പൗടിക്കോണത്ത് അവിടെ DYFIയുടെ വട്ടവിള യൂണിറ്റ് സെക്രട്ടറി വിഷ്ണു, മേഖലാ സെക്രട്ടറി P. അരുൺ, മേഖലാ പ്രസിഡന്റ് A. അരുൺ എന്നിവരെ RSS ആക്രമിച്ചത് യാതൊരു പ്രകോപനവും ഇല്ലാതെയായിരുന്നു അവിടെ അങ്ങനെ ഒരു സംഭവം നടത്തിയത്. കാട്ടാക്കടയിൽ DYFIയുടെ ഒരു യൂണിറ്റ് ഈ ആഗസ്റ്റ് 15 പ്രചരണവുമായി ബന്ധപ്പെട്ട ഒരു പ്രചരണ പരിപാടി നടത്താൻ ഒരു ചുമര് വെള്ളയടിച്ച് വെച്ചു. അത് DYFI ബുക്ക് ചെയ്തു. അതിൻ്റെ മേലെ RSS പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ടാണ് അവിടെ പ്രകോപനം ഉണ്ടാക്കിയത്. പോലീസ് ഇടപെട്ട് പ്രശ്നം ശാന്തമാക്കി. പിന്നീട് അവിടെ DYFIയുടെ യൂണിറ്റ് പ്രസിഡന്റ് അജിയുടെ വീട് ആക്രമിച്ചുകൊണ്ട് അവിടെ ആക്രമണത്തിന് തുടക്കം കുറിച്ചു. അജിയുടെ ഭാര്യ ഒരു ക്യാൻസർ രോഗിയായിട്ടുള്ള ഭാര്യയെപ്പോലും വീട്ടിനകത്ത് കയറി മർദ്ദിക്കുന്ന നില ഈ അക്രമി സംഘം സ്വീകരിച്ചു. DYFIയുടെ യൂണിറ്റ് സെക്രട്ടറി സുജന്റെ വീട് ആക്രമിച്ചു. അവിടെ പാർക്ക് ചെയ്തിരുന്ന ബൈക്ക് തകർത്തു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ കാട്ടാക്കട ശശിയുടെ വീട് ആക്രമിക്കുന്നത്. CITUവിൻ്റെ ഒരു സംസ്ഥാന സെക്രട്ടറിയുടെ വീട് ആക്രമിക്കാൻ പോകുമ്പോൾ അറിയാതെ ആക്രമിച്ചതല്ല. ഉന്നതനായൊരു നേതാവിനെ വീട് ആക്രമിക്കുന്നത് നിങ്ങൾക്കാർക്കും വീട്ടിൽ സുരക്ഷിതത്വം ഉണ്ടാവുകയില്ല എന്ന് പ്രഖ്യാപിക്കാനാണ്. അതിൻ്റെ ശേഷമാണ് പിന്നെ ഹോമിയോ കോളേജുമായി ബന്ധപ്പെട്ട് കോളേജിൻ്റെ പുറത്ത് കൊടിമരം SFI സ്ഥാപിച്ച് നശിപ്പിച്ചുകൊണ്ട് അവിടെ ആക്രമണത്തിൻ്റെ ഒരു കേന്ദ്രമാക്കി മാറ്റിയത്. അവിടെയാണ് ചാല ബ്ലോക്ക് DYFIയുടെ പ്രസിഡന്റ് ഉണ്ണിയുടെ വീട് ആക്രമിക്കുന്നത്. എന്നിട്ടാണ് ചാല പ്രദേശത്ത് ആക്രമണത്തിന് തുടക്കം കുറിക്കുന്നത്. അതും BJPയാണ് ആ പ്രദേശം ഒരു ആക്രമണ കേന്ദ്രമാക്കി മാറ്റിയത്. ചാല ഏരിയ കമ്മിറ്റി സെക്രട്ടറി സുന്ദറിൻ്റെ വീട് ഇതിൻ്റെ ഭാഗമായിട്ട് ആക്രമിക്കുന്നു. കരമന ഹരി അവിടെയുള്ള ജില്ലാ കമ്മിറ്റി മെമ്പറുടെ വീട് ആക്രമിക്കുന്നു. കൗൺസിലർ റസിയുടെ വീട് ആക്രമിക്കുന്നു. കുറ്റിക്കാട് DYFI പ്രവർത്തകനായ ശ്യാമിനെ വീട്ടിൽ കയറിയിട്ടാണ് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. പുഷ്പലതയുടെ വീട്ടിനെ പെട്രോൾ ബോംബ് എറിയുന്ന സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട്. DYFIയുടെ അനീഷ്, ശംഭു എന്നിവരെ ആക്രമിച്ചു. അവരുടെ വീടുകൾക്ക് നേരെയും ആക്രമണം ഉണ്ടായി. അവിടെ അനീഷിൻ്റെ അമ്മയുൾപ്പെടെയുള്ള ആളുകൾക്കാണ് പരിക്ക് പറ്റിയത്. വീട്ടിൽ കയറി സ്ത്രീകളെപ്പോലും ആക്രമിക്കുന്ന നില ഇതിൽ RSS സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. DYFIയുടെ ജില്ലാ ട്രഷററാണ് കൗൺസിലറായിട്ടുള്ള IP ബിനു. അങ്ങനെയുള്ളൊരു സഖാവിൻ്റെ വീടും ആക്രമിക്കാൻ അവർക്ക് യാതൊരുവിധ സങ്കോചവും ഉണ്ടായില്ല. ഇങ്ങനെ ആരെ വീടും ആക്രമിക്കും, എന്തും ചെയ്യും എന്ന മട്ടിൽ ഒരു സംഘം RSSകാരെ ഇവിടെ ഇറക്കി വിട്ടിരിക്കുകയാണ്. ഈ ജില്ലക്ക് അകത്തുള്ളവർ മാത്രമല്ല, ജില്ലക്ക് പുറത്തുള്ള ഒരു സംഘം RSSകാരും ഇവിടെ കുഴപ്പമുണ്ടാക്കാനായി ക്യാമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ അക്രമകാരികൾക്കെതിരായി ശക്തമായ നടപടി സ്വീകരിക്കണം.
ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട്. അത് ഉറപ്പുവരുത്തക്ക വിധത്തിൽ ഉള്ള നിലപാട് ഗവൺമെൻറ് ഭാഗത്ത് സ്വീകരിക്കണം. ഇപ്പോൾ ഈ ആക്രമണത്തിന് വേണ്ടി സന്ദർഭം തിരഞ്ഞെടുത്തത് BJPക്ക് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. BJPയുടെ കേരളത്തിലെ മുഖം വികൃതമായിരിക്കുകയാണ്. മെഡിക്കൽ കോളേജ് കുംഭകോണം പുറത്തു വന്നതോടുകൂടി BJPയുടെ നേതാക്കന്മാർക്ക് പുറത്തിറങ്ങണമെങ്കിൽ കുറച്ച് പ്രയാസം വന്നിട്ടുണ്ട്. ഇത് കേരളത്തിലെ BJP നേതൃത്വം ഇന്ന് പ്രതിക്കൂട്ടിലാണ്. കോടിക്കണക്കിന് ഉറുപ്പികയുടെ അഴിമതി കേന്ദ്ര ഭരണം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്നൊരു പാർട്ടിയാണ് BJP എന്ന വസ്തുത പുറത്തു വന്നു. ഇത് പുറത്തു വന്നപ്പോഴാണ് ഈ മിലിറ്ററിയിലേക്ക് ആളെ എടുപ്പിക്കാം എന്ന് പറഞ്ഞ് കൈക്കൂലി വാങ്ങിയ കേസ് പുറത്തു വന്നത്. ബാങ്കിലേക്ക് നിയമനം നടത്തിത്തരാം എന്ന് പറഞ്ഞ് കൈക്കൂലി വാങ്ങിയ കേസ് പുറത്തു വന്നു. BJPക്കാരിപ്പോൾ പണം പിരിക്കുന്നത് റെസീറ്റ് കൊടുത്തിട്ടാണ് പണം പിരിക്കാറ്. പക്ഷേ രണ്ട് തരം റെസീറ്റ് BJPക്ക് ഉണ്ട്. ഒന്ന് ശരിയായ റെസീറ്റ്, മറ്റൊന്ന് വ്യാജ റെസീറ്റ്. വ്യാജ റെസീറ്റിൽ പിരിക്കുന്ന പണം പിരിക്കുന്നവനെടുക്കാം. ഇതിപ്പോൾ RSS സ്വീകരിച്ചു വരുന്ന BJP സ്വീകരിച്ചു വരുന്ന ഒരു ഫണ്ട് പിരിവിൻ്റെ രീതിയാണ്. കോടിക്കണക്കിന് ഉറുപ്പികയാണ് ഇങ്ങനെ പിരിച്ചെടുത്ത് അത് സ്വന്തം പോക്കറ്റിലാക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് ഹവാല ഇടപാട് നടത്തുകയാണ് BJPക്കാർ. കേരളത്തിലുള്ള പണം ഡൽഹിയിലേക്ക് എത്തിക്കുന്നു. 2000 ഉറുപ്പികയിൽ അധികം തുക ഡിജിറ്റൽ വഴി മാത്രമേ കൈമാറാൻ പാടുള്ളൂ. 5,60,00,000 രൂപയാണ് BJP ഹവാല വഴി ഡൽഹിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കള്ളപ്പണത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന മോദിയുടെ ഭരണത്തിലാണ് ഈ ഹവാല ഇടപാട് പുറത്തു വന്നത്. കള്ളനോട്ടടിക്കുന്നു BJPക്കാർ. കൊടുങ്ങല്ലൂരിൽ കള്ളനോട്ട് അടിക്കുമ്പോഴാണ് കോടിക്കണക്കിന് ഉറുപ്പികയുടെ കള്ളനോട്ടുമായി BJPക്കാരെ പിടികൂടി. കള്ളനോട്ടടിക്കുന്ന മിഷനും പിടിച്ചു. ആ കള്ളനോട്ടടിക്കുന്ന സ്ഥലത്ത് നരേന്ദ്രമോദിയുടെ ഫോട്ടോ വെച്ചിട്ടാണ് കള്ളനോട്ടടി. മോദിയുടെ ഫോട്ടോ നോക്കുക, പൈസ അടിക്കുക. ഈ തരത്തിൽ കള്ളനോട്ടടിക്കുന്നൊരു സംഘമായി BJP മാറി. അവരിപ്പോൾ ജയിലിലായി. ഇതെല്ലാം പുറത്തു വന്നതോടുകൂടി നാട്ടിലെ ചർച്ച മുഴുവൻ BJPയുടെ അഴിമതിയെക്കുറിച്ചായി. ഈ ചർച്ചയൊന്ന് മാറ്റണം. അതിനുവേണ്ടി BJPക്ക് നല്ല മാർഗം പാർട്ടി നേതാക്കന്മാരുടെ വീട് ആക്രമിക്കുക, ഇങ്ങനെ സംഭവ പരമ്പരകൾ നടത്തുക, ടെലിവിഷനിലെ ചർച്ച, മാധ്യമങ്ങളുടെ ചർച്ച ഗതി മാറ്റുക. ഈ ഉദ്ദേശം കൂടി ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ സംഭവങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തത്. ഇതുകൊണ്ടൊന്നും BJP കാണിച്ച അഴിമതി അത് ജനങ്ങൾ മറക്കാൻ പോകുന്നില്ല. അത് സജീവ ചർച്ചാ വിഷയമായി തന്നെ സമൂഹത്തിൻ്റെ മുന്നിൽ നിൽക്കും. പിന്നെ CPMൻ്റെ നേതാക്കന്മാരെ വീടാക്രമിച്ചിട്ടും കുടുംബാംഗങ്ങളെ ഭയപ്പെടുത്തിയിട്ടും പാർട്ടി ഓഫീസുകൾ തകർത്തിട്ടും CPMനെ തകർക്കാം എന്ന് BJP RSS നേതൃത്വം കരുതേണ്ടതില്ല. അങ്ങനെയുള്ള നിരവധി ആക്രമണങ്ങൾ നേരിട്ടിട്ടാണ് കേരളത്തിലെ പാർട്ടി കടന്നു വന്നത്. ഇതിന് മുമ്പിലൊന്നും CPMനെ തകർക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ നേരത്തെ ഈ പാർട്ടി തകർന്നു പോകേണ്ടതായിരുന്നു. അതുകൊണ്ട് ആ ശ്രമം BJP ഉപേക്ഷിക്കണം. ജനാധിപത്യപരമായി പ്രവർത്തിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. പാർട്ടി പ്രവർത്തകന്മാർക്ക് ഓരോ പ്രദേശത്തും ജീവിക്കാൻ അവകാശമുണ്ട്. അത് അംഗീകരിച്ച് പ്രവർത്തിക്കണം. CPIM അത് അംഗീകരിക്കാൻ തയ്യാറാണ്. CPMൻ്റെ ഭാഗത്ത് എന്തെങ്കിലും അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നടന്നാൽ പാർട്ടി അത്തരം കാര്യങ്ങൾ ഇടപെട്ട് തിരുത്തൽ നടപടി സ്വീകരിക്കും. അതുകൊണ്ടാണ് എല്ലാ സ്ഥലത്തും സമാധാനപരമായ അന്തരീക്ഷം സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത് പ്രവർത്തിക്കണം എന്ന് പാർട്ടി പരസ്യമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. പാർട്ടി സഖാക്കൾ ആത്മസംയമനം പാലിക്കണം, പ്രകോപനത്തിൽ പെട്ടുപോകരുത് എന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരസ്യമായി അഭ്യർത്ഥിക്കുകയാണ്. BJP ഹെഡ്ക്വാർട്ടേഴ്സിന് നേരെ നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ സംബന്ധിച്ച് അവിടെ ഒരു CCTV ക്യാമറ വെച്ചിരുന്നു.
നമ്മളെ വീടിൻ്റെ മുമ്പിൽ അത് ഉണ്ടായില്ല. എല്ലാ വീടിൻ്റെ മുമ്പിലും BJP-ക്കാർ താമസിക്കുന്ന ക്യാമറയും വെച്ചിട്ടാണ്. നമ്മൾ ക്യാമറ വെക്കാതെയാണ് താമസിക്കുന്നുള്ളത് കൊണ്ട് പറ്റിയൊരു അബദ്ധമാണ്. അപ്പോൾ ഈ CCTV ക്യാമറയിൽ BJP ആഫീസ് ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ചിലരുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ നിന്ന് മനസ്സിലാകുന്ന അവർ പാർട്ടി മെമ്പർമാരായിട്ടുള്ള ആളുകളെ പാർട്ടി ഇത് സസ്പെൻഡ് ചെയ്യുന്നതായിരിക്കും. അന്വേഷണ വിധേയമായി അവരെ സസ്പെൻഡ് ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ച് മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് പാർട്ടി തീരുമാനിക്കും. ഇപ്പോൾ പെട്ടെന്ന് അന്വേഷണ വിധേയമായി അവരെ സസ്പെൻഡ് ചെയ്യുന്നതായിരിക്കും. പാർട്ടി ജില്ലാ കമ്മിറ്റി അത് സംബന്ധിച്ചുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ഇവിടെ വരാറുണ്ട്. ഇനി അതും വരാൻ പാടില്ലാത്ത എന്തെങ്കിലും പണി BJP ആലോചിച്ചിട്ടുണ്ടോ എന്നറിയില്ല. സംസ്ഥാന കമ്മിറ്റി മെമ്പറായതുകൊണ്ട് P. ജയരാജന് തിരുവനന്തപുരത്ത് വരാതിരിക്കാൻ പറ്റില്ല സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ. ഇനിയിപ്പോൾ 3-4 തീയതികളിൽ വരും ഇവിടെ തിരുവനന്തപുരത്ത്. അതും മുടക്കാൻ വല്ല പരിപാടിയും അവർ ആസൂത്രണം ചെയ്തിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ഇങ്ങനെയുള്ള വില കുറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ നിന്ന് BJP നേതൃത്വം പിന്മാറണം. ചില ആളുകളെ അവർ ലക്ഷ്യമിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്കെതിരായി നടത്തുന്ന തെറ്റായ ഈ പ്രചാരവേല. പോലീസിനെ എല്ലാ ആഫീസിൻ്റെ മുമ്പിൽ നിർത്തിയിട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. പോലീസ് ഉള്ള സ്ഥലത്ത് ആണെങ്കിൽ പോലും അത്തരം സംഭവങ്ങൾ സമയത്ത് പോലീസ് ഇടപെടണം. പക്ഷേ എല്ലാ സ്ഥലത്തും പോലീസിനെ നിർത്തുക അങ്ങനെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നൊരു കാര്യമല്ല. ഇന്നലെ BJP ആഫീസ് ആക്രമിച്ച സന്ദർഭത്തിൽ AK സെൻറ്റർ ആക്രമിക്കാൻ ഒരു സംഘം ആളുകൾ ഇതിൻ്റെ മുമ്പിൽ വന്നിരുന്നു. പക്ഷേ ഇവിടെ പോലീസും സംവിധാനവും ഒക്കെ ആ സമയത്ത് കുറേ കൂടുതൽ പോലീസുകാരുണ്ടായതുകൊണ്ട് അവർ പിന്തിരിഞ്ഞു പോയി. അങ്ങനെ എല്ലാ ഓഫീസിൻ്റെ മുമ്പിലും പോലീസുകാരെ നിർത്തണമെങ്കിൽ ഒരു സംഭവം ഉണ്ടാകുമ്പോഴാണ് പോലീസ് ഇടപെടുന്നത്. മുൻകൂട്ടി നമുക്കത് കാണാൻ സാധിക്കില്ല. പോലീസ് ഓരോ പ്രശ്നങ്ങളിലും ഉണ്ടാകുന്നത് പരിശോധിച്ച് ആരാണോ സംഭവം ചെയ്യുന്നത് അവരുടെ പേരിൽ നടപടിയെടുക്കണം, നിയമാനുസൃതമായ നടപടി സ്വീകരിക്കണം. പക്ഷേ കേരളത്തിൽ എടുക്കുന്ന ഈ സംഭവം പോലീസ് നടപടി കൊണ്ട് മാത്രം അവസാനിപ്പിക്കാൻ കഴിയില്ലെന്നുള്ളതാണ് നമ്മുടെ അനുഭവം. അതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രി തന്നെ വിളിച്ച് 2 പാർട്ടികളുടെ നേതാക്കന്മാരെ വിളിച്ച് ചർച്ച ചെയ്തു. RSSന്റെ നേതാക്കന്മാർ പങ്കെടുത്തു, ഞങ്ങളും പങ്കെടുത്തു. എല്ലാ ആളുകളും സമ്മതിച്ചു സമാധാനം സ്ഥാപിക്കാം. മുഖ്യമന്ത്രി തന്നെ പങ്കെടുത്ത് പിന്നീടൊരു യോഗം ചേർന്നു. കണ്ണൂരിലാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് മനസ്സിലാക്കി കണ്ണൂരിൽ ഞങ്ങൾ വീണ്ടും യോഗം ചേർന്നു. പക്ഷേ മുൻകാലത്തുണ്ടാകുന്ന അനുഭവം ഇങ്ങനൊരു യോഗം വിളിച്ചു ചേർത്താൽ കുറച്ചു കാലത്തേക്കെങ്കിലും സമാധാനം ഉണ്ടാവും. കണ്ണൂരിൽ സംഭവിച്ചത് ആ യോഗം നടന്ന അന്ന് രാത്രി തന്നെ RSSകാർ പൊയിലൂരിൽ CPM പ്രവർത്തകന്മാരെ ആക്രമിച്ചു. അപ്പോൾ ഇങ്ങനെ വിളിക്കുന്ന യോഗങ്ങളിൽ എടുക്കുന്ന തീരുമാനം RSS നേതാക്കന്മാർ പറയുന്ന കാര്യം പോലും RSSകാർ നടപ്പാക്കുന്നില്ല. ഇതൊരു പ്രത്യേക സ്ഥിതിവിശേഷമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി തന്നെ ഈ പ്രശ്നത്തിൽ ഇടപെട്ട് ഗവൺമെൻറ് തലത്തിലുള്ള നിലപാടുകൾ ശക്തമായി സ്വീകരിക്കണം. കേരളത്തിൽ 2 പാർട്ടികളുടെയും ഭാഗത്തു നിന്ന് ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ നടക്കുന്ന ഈ സംഭവങ്ങൾ എന്നുള്ള നിലയിൽ പ്രത്യേകമായ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കി സമാധാനം സ്ഥാപിക്കാനുള്ള തുടർ ശ്രമങ്ങൾ നടത്തണം. ഇത്തരം സംഭവങ്ങൾ നടന്നു എന്നുള്ളതുകൊണ്ട് ഇനി സമാധാന ശ്രമം വേണ്ട എന്നൊരു നിലപാടെടുക്കാൻ കഴിയില്ല. ഞങ്ങൾ അതിന് സന്നദ്ധമാണ്. BJP അതിന് സന്നദ്ധമാണോ എന്നവർ വ്യക്തമാക്കണം. ഏതാ അതിൽ പാർട്ടി മെമ്പർമാരായ ആളുകളെയാണ് നടപടിക്ക് വിധേയമാക്കുക. അത് പരിശോധിച്ച് ജില്ലാ കമ്മിറ്റിയാണ് തീരുമാനമെടുക്കുക. ശരി. സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ BJP ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കേരളത്തിൽ ക്രമസമാധാനം തകർക്കാനാണ് RSS ബോധപൂർവം ശ്രമിക്കുന്നത്. അതിന്റെ തുടർ നടപടികളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്.